ഓൾറൈറ്റ്, ദെൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 5 ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ്. കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലേക്ക് യൂസ്ഫുൾ ആയി വന്നേക്കാം. ആദ്യത്തെ ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് മൈ ഫയൽസിൻ്റെ അകത്തുള്ളതാണ്. അതായത് മൈ ഫയൽസ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൻ്റെ അകത്ത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൻ്റെ അകത്ത് നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും എബൌട്ട് മൈ ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് കയറിയ ശേഷം ആ ഒരു മൈ ഫയൽസ് എന്ന് എഴുതിയിരിക്കുന്നതിൽ മൾട്ടിപ്പിൾ ടൈംസ് അതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈ ഫയൽസ് ലാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയതായിട്ട് അവിടെ കാണിക്കും. ആൻഡ് തിരിച്ച് ബാക്ക് ഇറങ്ങിയ ശേഷം താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും മൈ ഫയൽസ് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഒരു പെർമനന്റ് ഡിലീറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു മൈ ഫയൽസ് വഴി കയറി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നോർമലി ചെയ്യുന്നത് മൂവ് ടു ആ ഒരു റീസൈക്കിൾ ബിന്നിലോട്ട് പോവുക എന്നുള്ള ഓപ്ഷനിലോട്ടാണ് പോകുന്നത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫയൽസിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചോദിക്കും, ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും ഇത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കും. അതുവഴി നമുക്ക് ആ ഒരു ഫയൽ ആ ഒരു റീസൈക്കിൾ ബിന്നിലോട്ട് മാറ്റാതെ തന്നെ കംപ്ലീറ്റ്ലി പെർമനന്റ്ലി നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അത് എനിക്ക് ഭയങ്കര ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് തന്നെ തോന്നി. കാരണം ഒരു ആവശ്യമില്ലാത്ത ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പെർമനന്റ് ഡിലീറ്റ് കൊടുത്താൽ മതി, കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ക്വിക്ക് സെറ്റിംഗ്സിന്റെ അകത്തുള്ള ഒരു ഫീച്ചറാണ്. അതായത് ക്വിക്ക് സെറ്റിംഗ്സ് ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്തതിനു ശേഷം എഡിറ്റ് കൊടുക്കുക. ആ ഒരു ചെറിയൊരു ഐക്കണുണ്ട്. ആ ഒരു എഡിറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് തന്നെ വീണ്ടും എഡിറ്റ് കൊടുക്കുക. അങ്ങനെ കയറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോങ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോങ് സെർച്ച് എന്ന ഓപ്ഷൻ നമുക്ക് ആ ഒരു ക്വിക്ക് സെറ്റിംഗ്സിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അറൗണ്ടിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക് ഈസിലി നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതായത് അവിടെ കേൾക്കുന്നത് ഏത് സോങ് ആണെന്ന് ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ഗൂഗിളിലോട്ട് പോയി അത് കാണിച്ചു തരുന്നതാണ്. അത് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചറും കൂടിയാണ്. നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. സോ ട്രൈ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും മൈ ഫയൽസിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഓപ്ഷനാണ്. മൈ ഫയൽസ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഹോൾഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ആവും. അറ്റ് ദി സെയിം ടൈം നമ്മുടെ അടുത്ത കൈ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു മൈ ഫയൽസ് ക്ലോസ് ചെയ്ത് കളയുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഒരു ഫോൾഡർ നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് ഇതുപോലെ എന്താ പറയുക ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങളിപ്പോൾ നോർമലി സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു സ്മാർട്ട് സ്ലൈഡ് ബാർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തതിനു ശേഷം അതിനെടുത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇനി മുതൽ നമുക്ക് ഈസിലി അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാതെ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഡിസ്പ്ലേയിൽ എഡ്ജ് പാനൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തതിനു ശേഷം പാനൽസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ കയറുന്ന സമയത്ത് അവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു എഡിറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു 3 ഡോട്ട്സിന്റെ ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ടാപ്പ് ആൻഡ് ഹോൾഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് ടാപ്പ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു സ്മാർട്ട് സ്ലൈഡ് ബാർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈസിലി ആ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു വിൻഡോസ് സ്ക്രീനിലോട്ട് പോകും. ഫൈനൽ ആയിട്ടുള്ള ഒരു ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ചില ആപ്ലിക്കേഷൻസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കോപ്പി അതിൻ്റെ അകത്തുള്ള വേർഡ്സ് ഒന്ന് കോപ്പി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെക്സ്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ജസ്റ്റ് ഏറ്റവും ബോട്ടം സൈഡിൽ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു സർക്കിൾ ടു സെർച്ച് ഒന്ന് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ വേണ്ട ഓപ്ഷൻസ് അവിടെ നിന്ന് ഇങ്ങനെ ഹോൾഡ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈസിലി നമുക്ക് ഇതുപോലെ എടുത്ത് കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. കോപ്പി ചെയ്യുക മാത്രമല്ല നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഭയങ്കര കിടിലായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഐ നോ ഇത് ഭയങ്കര ഒരു ചെറിയൊരു വീഡിയോ തന്നെയാണ്. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക ആൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.